വീഡിയോ നമ്പർ 89 CSIR ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഫ്രം ക്ലോസ് ഇന്റർവൽ പൈ ടു പൈ ടു ആർ സ്ക്വയർ ബി ദ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഈക്വൽ ടു കോസ് ടി സൈൻ ടി. R2 എഫ് ഫ്രം R2 റിയൽ ലൈനിൽ നിന്ന് R2ലേക്കുള്ള ഫംഗ്ഷനാണ്. എഫ് ഓഫ് ടി ഇവിടെ വൺ ഡയമെൻഷൻ ആണ്, അപ്പുറത്തെ സൈഡ് 2 ഡയമെൻഷൻ. ഇവിടെ 1 ഡയമെൻഷൻ, അപ്പുറത്തെ സൈഡ് 2 ഡയമെൻഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നെസസറിലി കറക്റ്റ്? താഴെ തന്നിരിക്കുക ഏതൊക്കെയാണ് നെസസറിലി കറക്റ്റ് ആയിട്ടുള്ളത്? ദർ എക്സിസ്റ്റ് ടി നോട്ട് ബിലോങ്സ് ടു, ഇവിടെ ഒരു ടി നോട്ട് ഉണ്ടാവും, such that f dash of t naught equal to 1 by pi into f of 2 pi minus pi. There does not exist a pi, ഇവിടെ ഒരു there does not exist a t naught, ഇവിടെ ഒരു t naught ഉണ്ടാവില്ല. f dash of t naught equal to 1 by pi into f of അങ്ങനെ വരുന്ന കണ്ടീഷൻ. there exist a t naught, ഇങ്ങനെ ഒരു എക്സിസ്റ്റ് ചെയ്യും ഒരു t naught ഇവിടെ. അതിലെ കണ്ടീഷൻ എന്താ? ഓപ്ഷൻ സി പറയുന്നത് മോഡൽ നോം ഓഫ് f of 2 pi minus f pi less than or equal to pi into f dash of t naught. And f dash of t is equal to minus sin t cos t. f dash of t is equal to minus sin t cos t. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യം വന്നിരിക്കുന്നത് നമ്മുടെ മീൻ വാല്യൂ തിയറം എന്ന് പറയുന്ന ഒരു സെക്ഷനിലാണ്. എന്താണ് മീൻ വാല്യൂ തിയറം? മീൻ വാല്യൂ തിയറം എന്താണെന്ന് നമുക്ക് ആദ്യം ജസ്റ്റ് നോക്കാം. മീൻ വാല്യൂ തിയറം, മീൻ വാല്യൂ തിയറം എന്താ പറയുന്നത് പറഞ്ഞാൽ, നമ്മൾ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഗ്രാഫ് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഓക്കെ, ഞാനിവിടെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇത് എ മുതൽ ബി വരെയുള്ള ഒരു ഇൻ്റർവെല്ലിൽ ഞാനൊരു ഗ്രാഫ് വരച്ചിരിക്കുക. ഓക്കെ, ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രാഫാണ്, കണ്ടിന്യൂസ് ആണ്. ഈ പോയിന്റിൽ സ്മൂത്ത്നെസ്സിൻ്റെ ആവശ്യമില്ല, എന്നാലും സ്മൂത്ത്നെസ് ഉണ്ടാവില്ല അവിടെ. ബാക്കി എല്ലാ സ്ഥലത്തും ഗ്രാഫ് നല്ല സ്മൂത്താണ്. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ നല്ല മിനുസുള്ള ഗ്രാഫ്. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്നത്. ഡിഫറൻഷ്യബിൾ ആണ്, ഡിഫറൻഷ്യബിൾ. ഓക്കെ, ഈ എയും ബി വെച്ച് ബാക്കി എല്ലാ സ്ഥലത്തും നല്ല മിനുസുണ്ട്, ഗ്രാഫിന് നടത്തും മിനുസുണ്ട്. ഇനി മാത്രമല്ല എൻ്റെയും ബിൻ്റെയും ഉള്ളിലുള്ള ഈ മൊത്തം ഇവിടെ കംപ്ലീറ്റ് ഈ ഗ്രാഫ് കണ്ടിന്യൂസ് തുടർച്ചയായ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മീൻ വാല്യൂ തിയറത്തിൽ വേണ്ട സംഗതികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു ഗ്രാഫ് വരയണം. ആ ഗ്രാഫ് എൻ്റെയും ബിൻ്റെയും ഉള്ളിൽ കണ്ടിന്യൂസ് ആയിരിക്കണം, അത് നല്ല മിനുസുള്ള ഒരു ഗ്രാഫ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ എക്കും ബിക്കും ഇടയിലായിട്ട് ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് സി എന്ന് പറയുന്ന പോയിന്റാണെന്ന് വിചാരിച്ചോ. ആ സി എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള ഒരു ഡെറിവേറ്റീവ്, ഇവിടെയുള്ള ഒരു ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അവിടെയുള്ള ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടാൻജന്റ് വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമല്ലേ. ആ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഈ എയുടെ ഇതിപ്പോൾ എന്റെ ഇമേജ് അല്ലേ, ഇതാണ് എഫ് ഓഫ് എ. ഇത് ബിന്റെ ഇമേജ് അല്ലേ, ഇതാണ് എഫ് ഓഫ് ബി. ഇത് എ എന്ന് പറയുന്ന പോയിന്റ്, ഇത് ബി എന്ന് പറയുന്ന പോയിന്റ്. ഈ ഡിസ്റ്റൻസ് ആണ് ബി മൈനസ് എ. എന്ന് ബിയിലേക്കുള്ള ദൂരത്തിന് എന്ത് വിളിക്കുന്നത്? ബി മൈനസ് എ. ഇമേജ് തമ്മിലുള്ള ദൂരം എത്രയാ? ഈ ദൂരം. ആ ദൂരം എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഈ ഡിസ്റ്റൻസ് ആണ് ബി മൈനസ് എ. അപ്പോൾ എൻ്റെ ബിയുടെ ഇടയിൽ ഒരു സി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിലുള്ള ഡെറിവേറ്റീവ്, ആ പോയിന്റിൽ സി എന്ന് പറഞ്ഞ പോയിന്റിൽ ഡെറിവേറ്റീവ് നമ്മൾ എഫ് ഡാഷ് സി എന്ന് പറയുക. സി എന്ന് പറഞ്ഞ പോലെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ടാൻജന്റിന് എന്താ വിളിക്കുക? എഫ് ഡാഷ് സി. ആ ഡെറിവേറ്റീവ് എന്തിനു തുല്യമായിരിക്കും അറിയുക? ഈ ഡിസ്റ്റൻസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എക്ക് തുല്യമായിരിക്കും. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടാവും എൻ്റെ ബിൻ്റെ ഇടയിൽ എന്ന് പറയുന്നത്. എന്തൊക്കെ സംഭവിക്കണോ? ഇങ്ങനെ ഒരു മിനുസുള്ള ഗ്രാഫ് ഉണ്ടായിരിക്കണം എൻ്റെ ബിൻ്റെ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ബിൻ്റെ ഇടയിൽ സി എന്ന് പറഞ്ഞ പോയിന്റ്, ആ പോയിന്റിൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്
ഈ ഇമേജ് ഡിഫറൻസ് ബൈ ഈ എലമെൻറ്റ് ഡിഫറൻസ്. എഫ് ഡാഷ് സി, സിയിലുള്ള ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എഫ് ഓഫ് ബി മൈനസ് ഇമേജ് ഡിഫറൻസ് ബൈ എലമെൻറ്റ് ഡിഫറൻസ്. ഇങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യും, ഇങ്ങനെ ഒരു കണ്ടീഷൻ. ഇതാണ് മീൻ വാല്യൂ തിയറം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ ചോദ്യത്തിലേക്ക് വരാം. നമ്മളെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ചോദ്യം ഇങ്ങനെയാണ്: ഫംഗ്ഷൻ എവിടുന്ന് എവിടുത്തേക്കാ പുറപ്പെടുന്നത്? എഫ് ഫ്രം പൈ ടു പൈ ടു ആർ ടു. എഫ് ഫ്രം പൈ ടു പൈ ടു ആർ ടു. ഫ്രം പൈ ടു പൈ ടു ആർ ടു. ഓക്കെ, എഫ് ഓഫ് ടി എന്താ? എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു കോസ് ടി സൈൻ ടി. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെയുള്ള എലമെൻറ്റ് നമ്മൾ ടി എന്ന് വിളിക്കുന്നത്, ഇവിടെയുള്ള റിയൽ ലൈൻ. ഇത് റിയൽ ലൈൻ 1 ഡയമെൻഷൻസ് ആണ്, റിയൽ ലൈനാണ്. ആറിന്ന് R2ലേക്കാണ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെയുള്ള എലമെൻറ്റ് ഞാൻ ടി എന്ന് വിളിക്കും. ഓക്കെ, ഇനി എഫ് ഓഫ് ടി എന്ന് പറയുന്നത് കോസ് ടി സൈൻ ടി ആണ്. അപ്പോൾ നമ്മൾ എന്താ, നമ്മൾ മീൻ വാല്യൂ തിയറി പ്രകാരം നമുക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് ഒരു എഫ് ഡാഷ് ഒരു സി ഉണ്ടാവും. ആ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എക്ക് സെയിം ആയിരിക്കുന്ന ഒരു വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മളെ ഗ്രാഫ് വരയുന്നത് നമ്മൾ പൈ 2π എന്ന് പറയുന്ന ഇൻ്റർവെല്ല നമ്മൾ ഗ്രാഫ് പറയുന്നത്. പൈ 2π. ഓക്കെ, പൈ 2π എന്ന് പറയുന്ന ഇൻ്റർവെല്ല നമ്മൾ ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുക. നമ്മളിങ്ങനെ ഒരു ഗ്രാഫ് വരച്ച് ഇനി ഇവിടെ ഒരു പോയിന്റ് സി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എ എന്ന് പറയുന്ന സാധനം ഇതാണ് എ, ഇതാണ് ബി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എ ഇതും ബി ഇതും അല്ലേ. അപ്പോൾ എഫ് ഓഫ് 2π മൈനസ് എഫ് ഓഫ് പൈ, അടിയിൽ എന്താ 2π മൈനസ് പൈ. ഇനി ഇവിടെ ഒരു സി ഉണ്ടാവും എന്ന് പറയണം. ഓക്കെ, അപ്പോൾ നോക്കാം. ഇപ്പോൾ നമുക്ക് നമ്മളെ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു കോസ് ടി സൈൻ ടി. എഫ് ഓഫ് 2π എന്ന് പറഞ്ഞാൽ എത്രയാ? കോസ് 2π സൈൻ 2π. ഇതെന്ന് പറഞ്ഞാൽ 1 0 എന്ന് പറയുന്ന പോയിന്റ്. എഫ് ഓഫ് പൈ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് പൈ സൈൻ പൈ. കോസ് പൈ സൈൻ പൈ ദാറ്റ്സ് ഈക്വൽ ടു -1 0. അപ്പോൾ എഫ് ഓഫ് 2π മൈനസ് എഫ് ഓഫ് പൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 0 മൈനസ് -1 0. ഇതിൻ്റെ മോഡുലസ് നമ്മൾ എടുത്ത് നോക്കി. ജസ്റ്റ് മോഡൽസ് എടുത്താൽ എന്താ വരിക? മോഡൽസ് എടുത്താലും -1 0യിൽ നിന്ന് 1 0യിലേക്കുള്ള ദൂരം എത്രയാ? 2. അപ്പോൾ ഈ ആൻസർ എന്ന് പറഞ്ഞാൽ 2 വരിക. അപ്പോൾ ഈ ആൻസർ എത്രയാണ്? 2 കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഈ ഞാനെന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഈ കണ്ടീഷൻ്റെ അകത്ത് സി ഈസ് ഈക്വൽ ടു f of 2π minus f of pi by 2π minus pi. ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഇതിന് അപ്പുറം ഇപ്പുറം ഞാൻ മോഡൽസ് എടുത്ത്. ഓക്കെ, എഫ് ഓഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് സി എന്ന് പറയുന്നത് കോസ് സി സൈൻ സി ആണ്. എഫ് ഓഫ് ടി കോസ് ടി സൈൻ ടി ആയിരുന്നു. അതുകൊണ്ട് എഫ് ഓഫ് സി കോസ് സി സൈൻ സി. എഫ് ഡാഷ് സി എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ സി കോസ് സി. നമ്മൾ രണ്ട് സൈഡിൽ മോഡൽസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മോഡൽസ് എടുത്തു കഴിഞ്ഞാൽ ഇത് റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ സി പ്ലസ് കോസ് സ്ക്വയർ സി. ഇതിൻ്റെ അപ്പോൾ റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ സി പ്ലസ് കോസ് സ്ക്വയർ സി എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഈ സാധനം ഇതിൻ്റെ മോഡൽസ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു
ഇപ്പുറത്തെ സൈഡിൽ വേണം, ഇപ്പുറത്തെ സൈഡിൽ വേണം. അപ്പുറത്ത് മോഡ് എഫ് ഓഫ് 2 ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2 ആണ്, അടിയുള്ളത് പൈ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ 1 = 2/π എന്ന് പറഞ്ഞ റിലേഷൻ കിട്ടിയില്ലേ? അപ്പോൾ പൈ സമയം എന്താ വരിക? 2. ഇത് തെറ്റല്ലേ? പക്ഷെ പൈ നമുക്ക് എന്താ ചെയ്താൽ പൈ ഗ്രേറ്റർ ദാൻ 2 എന്ന് എഴുതാം. അതായത് നമ്മളെ കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ടേക്ക് എടുക്കുക, ഈ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്കിങ്ങനെ എഴുതാം, പൈ ഇൻറ്റു f' എല്ലാം മോഡുലസ് ഉണ്ട് കിട്ടും. ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂ, ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ മോഡുലസ് എടുക്കുന്ന സമയത്ത് മോഡ് പൈ എന്ന് പറഞ്ഞാൽ പൈ, ഇതിൻ്റെ വാല്യൂ 1, ഇത് സമയം 2. ഇത് തെറ്റാണ്, നമുക്ക് ഇങ്ങനെ ഇടാം. അപ്പോൾ ശരിക്കും ഇങ്ങനെ ആക്കുന്നൊന്നല്ല നമ്മളെ കണ്ടീഷനിൽ. വേറെ എക്സസ് ഈ b-a ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? b-a × f മോഡുലസ് എടുക്കുക. ഈ സൈഡ് വലുത് ഇങ്ങനെ എഴുതാം, f of b minus f of c. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ മാത്രമേ ആക്സസ് ചെയ്യൂ. അല്ലെങ്കിൽ പൈ സമം 2 എന്ന് പറഞ്ഞ സാധനം നിലനിൽക്കില്ല. പൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്ന് കഴിക്കഴിഞ്ഞാൽ കറക്റ്റാണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് f of t0 = ഇങ്ങനെ there exists a t0, ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല. കാരണം നമുക്കിത് നടക്കൂല. എന്ത് f' of c = f of 2π minus f of π by 2π minus π എന്നല്ല കിട്ടിയത്. അപ്പോൾ f' of c = മോളത്തെ സാധനം മോഡുലസ് എടുക്കുമ്പോൾ 2/π, ഇതിൻ്റെ വാല്യൂ 1 ആണ് കിട്ടിയത്. 1 = 2/π, π = 2. ഇത് തെറ്റാ. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല, ഇത് തെറ്റാ. ഈ പയ്യപ്പുറം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മോഡൽസ് 1 ആയി പോകും. ഈ സാധനം തെറ്റാ. ഇങ്ങനെ ഇത് t0 വരുമ്പോൾ നമ്മൾ c എന്നാണ് യൂസ് ചെയ്യുന്നത്. t0 വരുമ്പോൾ c എന്നാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ <= ഇത് വർക്ക് ചെയ്യും. എഫ് ഓഫ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ പൈ ഇങ്ങോട്ട് എടുത്തിട്ട് പൈ ഇങ്ങോട്ട് കൊണ്ടുവരിക. പൈ ഇൻറ്റു f' of c = f of 2π minus π. ഇത് ഗ്രേറ്റർ ദാൻ = ഓക്കെ. ഈ സാധനം വർക്ക് ചെയ്യും. f of 2π -<= ഇത് കറക്റ്റാണ്. ഇനി f' of t, ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ f' എടുത്തതിന് -sin t cos t, -sin t cos t, f' -sin t cos t. ഓക്കെ. ഇത് രണ്ട് there exists a t0 belongs to. അപ്പോൾ ഇത് തെറ്റാണ്. there does not exist സോറി, ഇത് ശരിയാണ് കേട്ടോ, ഓപ്ഷൻ ബി. അങ്ങനെ ഒരു t0 എക്സിസ്റ്റ് ചെയ്യില്ലല്ലോ, കാരണം റോങ് ആയിട്ടല്ല കിട്ടുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സാധനം വർക്ക് ചെയ്യില്ല. there exists a t0, ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല. പക്ഷേ there does not exist, ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. does not exist എന്നല്ല പറയുന്നത്. അപ്പോൾ ഇത് അവർ പറയുന്നത് ശരിയാ, ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല. ഇനി there exists a t0 <= ഇവിടെ 2ഉം മറ്റേ ഇവിടെ ഈ ക്വാണ്ടിറ്റി 2 അല്ലേ കിട്ടിയേ, ആ ക്വാണ്ടിറ്റി എന്താണ് പൈ. അപ്പോൾ ശരിയല്ലേ, 2 <= പൈ, രണ്ടിനെക്കാളും വലുതല്ലേ പൈ. പൈ എന്ന് പറഞ്ഞാൽ 2. പൈ എന്ന് പറഞ്ഞാൽ 3.17 അല്ലേ. അപ്പോൾ 2-നേക്കാളും വലുതാണ് പൈ. അപ്പോൾ ഈ ക്വാണ്ടിറ്റി എക്സിസ്റ്റ് ചെയ്യും. ഇനി f' of t എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് f of t ഇതല്ലേ, f' എന്ന് പറഞ്ഞാൽ -sin t cos t, -sin t cos. അപ്പോൾ ഇതിൽ ബി ശരിയാണ്, സി ശരിയാണ്, ഡി ശരിയാണ്. ഇങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ബി സി ഡി ആണ് കറക്റ്റ്.